അങ്ങനെ നമ്മൾ പൈസ കൊടുക്കുന്ന ഏജൻസിയിൽ പോകാൻ പാടില്ല, എല്ലാം ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ പൈസ മേടിക്കുന്ന ഏജൻസി ഫേക്ക് എന്നാണ് അതെ എന്റെ അതെ അർത്ഥം. അതെ അതെ അതെ. ഇപ്പം അയർലൻഡിലേക്ക് ഇപ്പം വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, അവരോട് കെസിക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കിവിടെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും. റെന്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു 500 ഒക്കെയാണ്, അത് ഷെയറിംഗ് റൂം ആയിരിക്കും. കെസി ആദ്യം ചോദിക്കേണ്ട കാര്യം, അയർലൻഡ് എങ്ങനെയുണ്ട്? അയർലൻഡ് നല്ല രാജ്യമാണ്, നല്ല പീസ്ഫുൾ ആണ്. പീസ്ഫുൾ ആണ്. ഹായ്, നമസ്കാരം. ഇന്ന് അയർലൻഡിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇത് കെസിയ ഗ്രിഫിത്ത് കോളേജിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കുകയാണ്. നമുക്ക് കെസിയയുടെ എക്സ്പീരിയൻസും ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളും കോഴ്സിനെ പറ്റിയും കോളേജിനെ പറ്റിയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കെസിയ, നമസ്കാരം. ഓക്കെ, നമ്മളെ വീഡിയോ അറിയാലോ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് നാട്ടിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും, അയർലൻഡിലേക്ക് വരാതിരിക്കുന്നവർ സെർച്ച് ചെയ്യുന്നുണ്ടാവും, അവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, കോളേജ് എങ്ങനെയാണ്, അപ്പൊ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, പാർട്ട് ടൈം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ. ഹായ്, എൻ്റെ പേര് കെസിയ എന്നാണ്. ഞാൻ നാട്ടിലെ തിരുവല്ലയിലാണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ അയർലൻഡിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്തത്. എനിക്ക് അയർലൻഡിൽ ഒരു മാസ്റ്റേഴ്സ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ കുറേ കോഴ്സും കുറേ കോളേജും ഒക്കെ ഗൂഗിൾ ചെയ്തിട്ടാണ് ഗ്രിഫിത്ത് കോളേജ് സെലക്ട് ചെയ്തത്. ഗ്രിഫിത്ത് കോളേജ് സെലക്ട് ചെയ്യാൻ കാരണം അക്കൗണ്ടിങ്, MSc അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് അവിടെ ഉണ്ട്. പിന്നെ ACCA എക്സംഷൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു 9 പേപ്പേഴ്സ് ACCA എക്സംഷൻ ഉണ്ട് എൻ്റെ കോഴ്സിന്. അതുകൊണ്ടാണ് ഗ്രിഫിത്ത് കോളേജ് സെലക്ട് ചെയ്തത്. എൻ്റെ ഏജൻസി എന്ന് പറയുന്നത് ജെറീസ് എഡ്യൂക്കെയർ എന്ന് പറഞ്ഞ അങ്കമാലി ബേസ്ഡ് ഒരു ഏജൻസി ആയിരുന്നു. അപ്പം ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. ഞാൻ കോളേജ് സെലക്ട് ചെയ്തതും ബാക്കിയെല്ലാം ചെയ്തത് ഏജൻസിയാണ്. അഡ്മിഷൻ അവരാണ് സെലക്ട് ചെയ്ത് തന്നത്. അപ്പം എൻ്റെ കോഴ്സ് സത്യത്തിൽ ഡബ്ലിനിലും ഉണ്ട്, കോർക്കിലും ഉണ്ട്. പക്ഷെ ഡബ്ലിനിൽ സീറ്റ് ഫുൾ ആയതുകൊണ്ട് എനിക്ക് കോർക്കിലാണ് സീറ്റ് കിട്ടിയത്. അപ്പൊ ഞാൻ കോർക്കിലാണ് വന്നത്. കൂളായിട്ടിരിക്കും. ജസ്റ്റ് മറ്റേ നമ്മളെ ചാനൽ ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും അല്ല, നോർമൽ അയർലൻഡ് ഡയറീസ് ബൈ ഹരി എന്ന് അറിയാം. എന്റെ ചാനലിൽ കണ്ടിട്ടുണ്ട്, കുറെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം കുറച്ച് കുഞ്ഞൊക്കെ ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കുറെ ഇന്റർവ്യൂസ് എടുക്കാത്തത്. അപ്പൊ കെസി ആദ്യം ചോദിക്കേണ്ട കാര്യം, അയർലൻഡ് എങ്ങനെയുണ്ട്? അയർലൻഡ് നല്ല രാജ്യമാണ്, നല്ല പീസ്ഫുൾ ആണ്. ഇഷ്ടപ്പെട്ടു. അയർലൻഡിലേക്ക് വരാനായിരുന്നു ആദ്യമേ പ്ലാൻ? അല്ല, ഞാൻ കുറെ യൂറോപ്യൻ കൺട്രീസ് നോക്കിയായിരുന്നു, കാനഡയും ഓസ്ട്രേലിയയും. നോക്കുമ്പോ അയർലൻഡ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു അയർലൻഡിലേക്ക്? ഇല്ല, ഒട്ടും ഇല്ലായിരുന്നു. ആദ്യം കാനഡ ഒക്കെ ആയിരുന്നു. പിന്നെ അയർലൻഡിലേക്ക് വരാനുണ്ടായ? അയർലൻഡില് 1 ഇയർ മാസ്റ്റേഴ്സ് കോഴ്സ് ആണ് ഉള്ളത്. കാനഡയിൽ പോയ 2 ഇയേഴ്സ് ആണ്. പിന്നെ അയർലൻഡ് കുറച്ചുകൂടെ ചീപ്പാണ് പഠിക്കാൻ. ഒരു 11 lakhs 12 lakhs ഒക്കെ കോഴ്സിനകത്തുള്ളൂ. പിന്നെ ക്ലൈമറ്റും കാനഡയെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതുകൊണ്ടാണ് അയർലൻഡ് ചൂസ് ചെയ്തത്. ഓക്കേ, അപ്പോൾ അയർലൻഡ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്? അയർലൻഡ് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗ്രിഫിത്ത് കോളേജിൽ നമ്മൾ മുമ്പ് അനിതയുടെ മനകയുടെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവർ ഫാർമസി ആണ്, അവരറിയോ? വീഡിയോ കണ്ടെന്നാണല്ലേ? ഓക്കെ, അപ്പൊ അവരും ഗ്രിഫിത്തിൽ അപ്പൊ ഗ്രിഫിത്തിൽ വേറെ കോഴ്സുകളുണ്ടോ? ഗ്രിഫിത്തിൽ വേറെ കോഴ്സുകളുണ്ട്. അക്കൗണ്ടിങ്ങും ഫാർമയും ആണ്. അല്ല വേറെ ഏതൊക്കെ ഉള്ള? പിന്നെ മാസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് ഇതിലാണ് ഉള്ളത്. അപ്പൊ കൂടെ ഉള്ളവരൊക്കെ മലയാളീസ് ആണോ? അതെ, ഭൂരിഭാഗം പേരും മലയാളീസ്, ഒരു 99% മലയാളി. എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? പഠിക്കാനും കുറച്ച് പാടാണ് കോഴ്സ്, കാരണം ACCAയുടെ എക്സംഷൻ ഉള്ളത് കൊണ്ട്. അപ്പൊ നാട്ടില് ഈ അക്കൗണ്ടിങ്ങും ഏതാണ് ഡിഗ്രി ഏതാ പഠിച്ചത്? ബികോം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ ദുബായിലും അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഒരുപാട് പേര് അക്കൗണ്ടിങ് പഠിക്കുന്നവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ചിലപ്പം അക്കൗണ്ടിങ്ങിന് വേണ്ടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്കിത് ഈ വീഡിയോ യൂസ്ഫുൾ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ആക്ച്വലി പ്രോസസ്സ്? ആദ്യം തൊട്ട് ജസ്റ്റ് കെസിയ ചെയ്ത കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കണല്ലോ, അപ്പൊ പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് എങ്ങനെയാണ്? ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് എന്നെ പുറത്തു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡയറക്റ്റ് ജോലിക്ക് അങ്ങനെ വരാൻ പാടാണ്. ഹെൽത്ത് കെയറിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ടിങ്ങിന് വേറെ വിസ കിട്ടത്തില്ല. ഡയറക്റ്റ് ഇവിടെ വന്നാലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. അപ്പൊ
അപ്പൊ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാന്ന് പ്ലാൻ ചെയ്തു. സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് അതെ, സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് സെറ്റിൽ അപ്പൊ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ആക്ച്വലി ആ പ്രോസസ്സിംഗ് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ കുറെ കോളേജസ് ഇവിടെ കുറെ നോക്കി, ഓരോ കോഴ്സുകൾ, അതിന്റെ ഫീസ് കാര്യങ്ങൾ നോക്കി, എന്നിട്ടാണ് ഗ്രിഫിത്ത് സെലക്ട് ചെയ്തത്. പിന്നെ ഡബ്ലിൻ ആയിരുന്നു മെയിൻ ആയിട്ട് വിചാരിച്ചത്. അതെ അതെ അതെ, സീറ്റ് കിട്ടാഞ്ഞിട്ടാണ് കോർക്കിൽ വന്നത്. കോർക്കിൽ ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആണ്. നേരത്തെ കോഴ്സ് കോർക്കിൽ ഇല്ലായിരുന്നു, ഡബ്ലിൻ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ കോഴ്സ്. അപ്പൊ ഡബ്ലിനിലാണ് കൂടുതലും പിള്ളേരുള്ളത്. അപ്പൊ ഏജൻസി വഴി വന്നല്ലേ? ഏജൻസി ജെറീസ് എഡ്യൂക്കായിരുന്നു. എങ്ങനെയുണ്ട് അവരുടെ ഏജൻസി? നല്ല ഏജൻസിയാണ്, നല്ല സപ്പോർട്ടീവ് ഏജൻസി. നാട്ടിലുള്ളതാണ്? ദുബായിലുള്ളതാണ്? നാട്ടിൽ അങ്കമാലിയിലുള്ളതാണ്. അങ്കമാലിയിലുള്ളതാണ്. ഏതാണ് ഒന്നുകൂടെ? ജെറീസ് എഡ്യൂക്കെയർ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്കമാലി ബേസ്ഡ് ആണ്. അവരെ കോൺടാക്ട് കിട്ടുമല്ലോ? അതെ അതെ അതെ. എന്റെ എല്ലാം ഓൺലൈൻ പ്രോസസിംഗ് ആയിരുന്നു. ഞാൻ ദുബായിലും ഏജൻസി നാട്ടിലും ആയിരുന്നു. അപ്പൊ നേരിട്ട് ദുബായിൽ നിന്ന് അവരെ കോൺടാക്ട് ചെയ്യായിരുന്നു? അതെ, എല്ലാം വാട്സ്ആപ്പ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പൊ എത്രയാ നമുക്ക് ഫീസ് ഇപ്പം ഈ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിക്കാൻ? എനിക്ക് 11 lakhs ഓൾമോസ്റ്റ് ആയത്. എനിക്കൊരു 1 lakh സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. 11 lakh സംതിങ് ഫീസ് ആയിരുന്നു. ടോട്ടൽ ഫീസ് അപ്പൊ എത്ര വരുന്നു? ടോട്ടൽ എല്ലാവർക്കും ഒരു 13 lakhs 12 lakhs ആ റേഞ്ചിൽ ആവുന്നുള്ളൂ ഞങ്ങളുടെ. 12,000-13,000 യൂറോ. അതെ അതെ യൂറോ ഇവിടെ വരും. അപ്പൊ നമുക്ക് ഏജൻസിക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പൊ കോഴ്സിന്റെ ഫീസ് ആണത്? കോഴ്സിന്റെ ഫീസ് ആണ്. ഇവിടെ കോളേജിന് ഡയറക്റ്റ് നമ്മൾ അടയ്ക്കുകയാണ്. അപ്പൊ വേറെ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. ഏജൻസിക്ക് നമ്മളൊന്നും കൊടുക്കണം, ഡയറക്റ്റ്. അപ്പൊ ഈ അക്കൗണ്ടിങ് ഇപ്പൊ വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, അപ്പൊ അവര് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, പലർക്കും വരണോ വരേണ്ടത് വേറെ രാജ്യങ്ങളൊക്കെ. ഇപ്പൊ കെസിയുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അവിടെ? നമ്മളിപ്പം ഇപ്പൊ മാസ്റ്റേഴ്സ് പഠിച്ച് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒരു ജോലി കിട്ടുമോ? എന്ത് തോന്നുന്നു? ജോലി കിട്ടും. നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യണം. അയർലൻഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അക്കൗണ്ടിങ്ങിന്. നമുക്ക് ഡയറക്റ്റ് വരാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യണം. പിന്നെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ACCA CA അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ചാൻസ് ഉള്ളത് ജോലി കിട്ടാൻ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇപ്പം ബികോം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് നാട്ടിൽ, ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാൾ ബികോം കഴിഞ്ഞിരിക്കണം. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. അപ്പൊ ഈ ഏജൻസിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് റെഡി കൊടുക്കും? തീർച്ചയായിട്ടും ഏജൻസി കോൺടാക്ട് ചെയ്ത് അവർ ഹെൽപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണം? അത് ഡിഗ്രി മതി നമ്മുടെ നാട്ടിൽ? ഇല്ല, ബികോം മതി. പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് അങ്ങനെ. അതെ അതെ, IELTS അല്ലെങ്കിൽ ഞാൻ ഡുലിംഗോ എന്ന് പറഞ്ഞ ടെസ്റ്റ് എഴുതിയത്. അതാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യാം. സ്കോർ എത്ര വേണ്ടത്? അതിന് 120 എന്താണ്. IELTS 6.5 ഉണ്ടെങ്കിൽ നമുക്ക് വരാം. അത് മിനിമം സ്കോർ മതി. നമുക്ക് ആദ്യത്തെ കടമ അതെ, ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ പേയ്മെന്റ് എപ്പോഴാണ് കൊടുത്തത്? പേയ്മെന്റ് നമുക്ക് ഏജൻസിയെ കോൺടാക്ട് ചെയ്ത് കോഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. പേയ്മെന്റ് ചെയ്താലേ നമ്മൾ സീറ്റ് കൺഫേം ആകത്തുള്ളൂ. ഫുൾ പേയ്മെന്റ് ചെയ്യണം. എന്റെ വെച്ചാൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രോസസ് സ്റ്റാർട്ട് ആയത്. അതുകൊണ്ട് എനിക്ക് ഡബ്ലിന് സീറ്റ് കിട്ടില്ല. പെട്ടെന്ന് ഡബ്ലിന് സീറ്റ് ഫുൾ ആവും. ഫീസ് അടച്ചാലേ സീറ്റ് കൺഫേം ആകത്തുള്ളൂ. ഫീസ് അടച്ച് ഇപ്പം എല്ലാം കൺഫേം ആയി ഒരു എത്ര നാളെടുക്കും ഇതിന്റെ പ്രോസസിംഗ് ടൈം? പ്രോസസിംഗ് ആക്ച്വലി ഒരു 2-3 months എടുക്കും എന്തായാലും. 2-3 months ഉള്ളൂ. അതിനുള്ളിൽ റെഡിയാവും? അതെ, അതിനുള്ളിൽ റെഡിയാവും. കാരണം നേഴ്സുമാരൊക്കെ വന്നെങ്കിൽ ഇങ്ങനെ പോലെ ഒരു 8 മാസം ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് IELTS ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ഡിഗ്രിയുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്കിപ്പം ഇതേത് മാസമാണ്? ജൂൺ അല്ലേ? അതെ അതെ, ജൂണിൽ. ഇപ്പം ഇനി അടുത്ത ഇൻടേക്ക് എന്നാണ്? ഇനി സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. പക്ഷെ ഇപ്പൊ അത് ഓൾമോസ്റ്റ് ഫുൾ ആയി കാണും. അത് കഴിഞ്ഞിട്ടുള്ളത് ഇനി ജാനുവരിയിൽ ഇൻടേക്ക് ഉണ്ട്. സെപ്റ്റംബറിലും ജനുവരിയിലാണ് മെയിൻ ഇൻടേക്ക്. ഇനിയിപ്പം വരാൻ പ്ലാൻ ചെയ്യുന്നത് ജനുവരിയിലേക്ക് നോക്കാം. വേറെ ഏതെങ്കിലും ഏജൻസി ഉണ്ടോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന അറിയോ? നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഏജൻസികളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കെസ്സി ഈ ഏജൻസി തിരഞ്ഞെടുക്കാനുണ്ട്? കാരണം ആരെങ്കിലും ഒരാൾ അറിയായിരുന്നു ഈ ഏജൻസിയിൽ, അങ്ങനെ ചെയ്താണ്. പിന്നെ അവരുമായിട്ട് നമുക്കൊരു പേഴ്സണൽ ആയിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കെസ്സിക്ക് ഇഷ്ടപ്പെട്ടു. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും ബികോം കഴിഞ്ഞ് നിൽക്കുന്നവര് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് മുന്നോട്ടിറങ്ങുന്ന കുഴപ്പമില്ലല്ലേ? കാരണം നമ്മൾ ഈ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ഈ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ട് കുഴിച്ചൊന്ന് ചാഴുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മളെ വീഡിയോയുടെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഒരുപാട് പേര് അറിയില്ല, നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ്
നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ മുമ്പ് നേഴ്സുമാരുടെയും വേറെ സ്റ്റുഡൻസിന്റെയും ഷെഫുമാരെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ILTC കഴിഞ്ഞു, ഡിഗ്രി എല്ലാം ചെയ്തു. അപ്പൊ ഇനിയിപ്പം ഫണ്ടിന്റെ ഇഷ്യൂ ഉള്ളവരുണ്ടാവും നാട്ടിൽ. അപ്പൊ അത് ഇപ്പം നമുക്ക് എങ്ങനെ ബാങ്ക് കിട്ടോ? എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അയർലൻഡിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട നമ്മൾ ഫീസ് അടയ്ക്കണം. പിന്നെ നമുക്കൊരു 10 lakhsോളം നമുക്ക് കാണിക്കണം അക്കൗണ്ടില്, ലിവിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടി വരും. ഓക്കെ, അതിന് മെച്ചൂരിറ്റി എന്തെങ്കിലും 6 months മെച്ചൂരിറ്റി ഉള്ള ഫണ്ട് വേണം. നമ്മൾ 10 ലക്ഷം കാണിക്കണം. 10 ലക്ഷം രൂപ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 13 ലക്ഷം 13 ലക്ഷം രൂപ ഫീസ് ആയിട്ട്. ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 23-25 ലക്ഷം നമുക്ക് ചെലവുണ്ട് വേണം. അതിൽ നമുക്ക് 10 ലക്ഷം നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞ് വിഡ്രോ ചെയ്യാം. പിന്നെ ഏജൻസി നമുക്ക് ആ ലിവിംഗ് എക്സ്പെൻസിന്റെ കാര്യത്തിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെ രീതിയിൽ ഫണ്ട് കാണിക്കാൻ പറ്റത്തില്ല, അപ്പൊ അവർ അതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം അവർ ചെയ്തു. ലോൺ എടുത്താണോ വന്നത്? ഞാന് ലോൺ എടുത്തിട്ടാണ്. ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അറിയേണ്ട കാര്യം പാർട്ട് ടൈം ജോലി. അറിയാലോ, ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോലി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് സ്റ്റുഡൻസ്. പഴയതുപോലല്ലേ, ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് പല പല കോളേജിലും വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറെ ആയെന്ന് തോന്നുന്നില്ല സ്റ്റുഡൻസ് ഇവിടെ. ഒരുപാട് ഈ പാർട്ട് ടൈം ജോബിനെ കുറിച്ച്, ജോലി എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ജോലി കിട്ടാനുള്ള വഴിയുണ്ട് ഇപ്പൊ? അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആക്ച്വലി ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഭാഗ്യം നമ്മൾ ട്രൈ ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ഗ്രിഫിത്തിൽ വേറൊരു കാര്യം, ഞങ്ങൾക്ക് 5 days ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അതില് ടൈം ഒന്ന് കുറച്ച് പ്രശ്നമാണ് ജോലിക്ക്. അപ്പോ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ പല പല ടൈമില് ക്ലാസ് ഉണ്ട്. വീക്കെൻഡും പിന്നെ വർക്കിംഗ് ഡേയ്സിൽ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും ക്ലാസ്, അന്ന് രാവിലെ വർക്ക് ചെയ്യാം. കൂടുതലും ഇവിടെ റെസ്റ്റോറന്റ്സിലൊക്കെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പാർട്ട് ടൈം ആയിട്ട്. പാർട്ട് ടൈം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓൺലൈൻ എല്ലാവരും ഇൻഡീഡിൽ അപ്ലൈ ചെയ്ത് മാക്സിമം കിട്ടുന്നിടം വരെ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് 1 മാസത്തിൽ കിട്ടും, ചിലർക്ക് 3 മാസം. ഞാനിപ്പോ 7-8 months ആയി. കോഴ്സ് എത്ര 1 year അല്ലേ ഡ്യൂറേഷൻ? അതെ അതെ അതെ, കഴിയാറായോ? പ്രൊജക്ട് കൂടി ബാക്കിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേ ബാക്ക് എത്ര നാളാണ്? 2 years ആണ് നമുക്ക് സ്റ്റേ ബാക്ക് വരുന്നത്. അതിനുള്ളിൽ നമ്മൾ വർക്ക് പെർമിറ്റ്, അതിനുള്ളിൽ നമ്മൾ സ്പോൺസർഷിപ്പ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ഞാനിവിടെ ഒരു സിറ്റിയിലൊരു റെസ്റ്റോറന്റിൽ അക്കൗണ്ടന്റ് ആയിട്ട്. സെയിം പ്രൊഫഷൻ തന്നെ കിട്ടി? സെയിം പ്രൊഫഷൻ തന്നെ കിട്ടി. വേറെ നോക്കിയില്ലായിരുന്നോ? സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ വേറെ നോക്കിയായിരുന്നു, കുറെ അപ്ലൈ ചെയ്തു, പക്ഷെ എനിക്ക് ആരും വിളിക്കുന്നില്ല. ലാസ്റ്റ് എനിക്ക് അക്കൗണ്ട്സിലാണ് ജോലി കിട്ടിയത്. ഞാൻ ചുമ്മാ ഇൻഡീഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താണ്, അപ്പം ഇങ്ങനെ കിട്ടി. നമുക്ക് അടുത്തറിയേണ്ടത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്. കാരണം ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് വരുന്നുണ്ട് നമ്മുടെ കയ്യിലൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ് ഇവിടെ? റെന്റും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് അപ്രോക്സിമേറ്റ് എത്രയാവും? നമ്മൾ ആ ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലോണ് കാര്യങ്ങളെല്ലാം ചെയ്ത് പോകാൻ പറ്റും? നമുക്കിവിടെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും. റെന്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു 500 ഒക്കെയാണ്. അത് ഷെയറിംഗ് റൂം ആയിരിക്കും. സിംഗിൾ റൂം വരുമ്പോ ഒരു 600 to 700 ആവും. റൂം അക്കോമഡേഷൻ കിട്ടാൻ കുറച്ച് പാടാണ്, പക്ഷെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കണക്ഷൻ വഴിയൊക്കെ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചാൻസ് ഉണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് കിട്ടാനാണ് പാട്. പിന്നെ ഏജൻസീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ജോലി കിട്ടിയാൽ നമുക്ക് മീറ്റ് ചെയ്ത് പോവാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെലവെല്ലാം മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന അതാണ്. നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലി ഏതൊക്കെ കമ്പനികളായിരിക്കും കിട്ടാൻ കൂടുതൽ ചാൻസുകൾ? അയർലൻഡിൽ കൂടുതലും സ്മോൾ ബിസിനസ്സസ് ആണ് കൂടുതലും. റെസ്റ്റോറന്റ്സും അങ്ങനത്തെ കമ്പനികളുണ്ട്. പിന്നെ വലിയ കമ്പനികൾ നോക്കുന്നവർക്ക് അതും ബിഗ് ഫോഴ്സ് ഒത്തിരി ഉണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പം ഈ വലിയ ബിഗ് ഡിലോയിറ്റ് പോലത്തെ വലിയ കമ്പനികളൊക്കെ അങ്ങനെ ചാൻസസ് സ്പോൺസർഷിപ്പ് തരുന്നതാണോ അത്? അതെ അതെ, എല്ലാരും നമ്മളുടെ ഒരു ഞാൻ പറഞ്ഞു. അതെ അതെ, പെർഫോമൻസും പിന്നെ നമുക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. ACCA അതിനൊക്കെ ചില കമ്പനീസ് ഹെൽപ്പ് ചെയ്യും പഠിക്കാൻ വേണ്ടി. നമ്മൾ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതെ അതെ തരും. അപ്പൊ സീനിയേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഫസ്റ്റ് ബാച്ച് അല്ലേ? അതെ, സീനിയേഴ്സ് മുമ്പുള്ളവർക്ക് ജോലി കിട്ടുന്ന വെച്ചിട്ട് അതറിയത്തില്ല. നിങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. അതെ അതെ. പിന്നെ എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്ന പോലെ ഇരിക്കും. മാക്സിമം ട്രൈ ചെയ്യണം. നമ്മളുടെ ഒരു CV-യുടെ ഒരു പാറ്റേണും അതൊക്കെ അനുസരിച്ച് ഫോർമാറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഫോർമാറ്റ്. ഇപ്പം നമ്മുടെ ജോലി കിട്ടേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടന്റ് തിങ്സ് ആണ് CV. നമ്മുടെ നാട്ടിൽ ആ ഒരു CV അല്ലെങ്കിൽ വേറെ ഓരോ എനിക്ക് അയർലൻഡിൽ സെപ്പറേറ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്. അയർലൻഡിൽ ഒരു വേറെ ഫോർമാറ്റ്. അപ്പൊ അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത്
ജോലി പിന്നെ കണ്ടെത്തുക 2 എന്നുള്ളതാണ്. ഇയേഴ്സ് സ്റ്റേ ബാക്ക് ടൈമിൽ ഒരു ഐറിഷ് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ. ഐറിഷ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏത് കമ്പനിക്ക് ഫസ്റ്റ് അവർ നോക്കുക എക്സ്പീരിയൻസ് ആണ്. അപ്പൊ കെസിയ ദുബായിൽ നിന്നല്ലേ വന്നു അല്ലേ? അതെ, ഞാൻ ദുബായിൽ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. ദുബായിൽ വർക്ക് ഫാമിലി ഒക്കെ നാട്ടിലാണോ അതോ ദുബായിലാണോ? എന്റെ ഹസ്ബൻഡും ദുബായിലാണ്, എന്റെ പേരൻസും ദുബായിലാണ്. ഓക്കെ. അപ്പൊ ഈ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പം ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പറ്റില്ല? സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കൊണ്ടുവരാൻ പറ്റില്ല. അയർലൻഡിൽ അത് പറ്റത്തില്ല. ഓക്കെ. അപ്പൊ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടി ക്രിട്ടിക്കൽ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടിയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പൊ ഏകദേശ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് കമന്റിലൂടെ തന്നെ റിപ്ലൈ തരാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം അയർലൻഡിലേക്ക് ഇപ്പം വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, അവരോട് കെസിയക്ക് എന്താണ് പറയാനുള്ളത്? അയർലൻഡിൽ വരാൻ താല്പര്യമുള്ളവര് വരിക. പിന്നെ കോഴ്സും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്, പഠിക്കാൻ ടഫ് ആണെന്നാണ്, അതൊക്കെ മനസ്സിലാക്കി എല്ലാം റെഡി ആയിട്ട് വരണം. അതെ, രണ്ടും കൽപ്പിച്ചു വരിക. അതെ അതെ അതെ. പിന്നെ ഈ ഒരുപാട് ഫേക്ക് ഏജൻസികൾ ഉണ്ടെന്നൊക്കെ ഇപ്പം ന്യൂസിലൊക്കെ നമ്മൾ കേട്ടല്ലോ, ഒരുപാട് തട്ടിപ്പ് കേസുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ഇപ്പോഴും? എന്റെ അറിവില് അങ്ങനെ എനിക്കറിയത്തില്ല. വർക്ക് വിസയിലാണ് കൂടുതലും തട്ടിപ്പുകൾ ഉള്ളത്. സ്റ്റുഡന്റ് വിസയിൽ നമുക്ക് ഏജൻസിക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഏജൻസികൾക്കും ഇവിടുന്ന് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പൈസ കൊടുക്കുന്ന ഏജൻസിയിൽ പോകാൻ പാടില്ല. എല്ലാം ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ പൈസ മേടിക്കുന്ന ഏജൻസി ഫേക്ക് എന്നാണ്. അപ്പൊ കെസിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഞാൻ അല്ലെങ്കിൽ കെസിയ കമന്റ് കാണുമ്പോൾ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ കെസിയ ഒരുപാട് താങ്ക്സ്, കുറച്ച് സമയം ഈ വീഡിയോക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. അപ്പൊ കെസിയക്കും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നല്ല ജോലി കിട്ടിയതെന്ന് ആശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.